Dehvahlofa Brikmo Oko Dmetulosa ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്ചകളേറ്റും ധന്യം നാഥ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ലോകം കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശുമരണത്തിൻ്റെ ഓർമ്മദിനമായ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നു, എന്നാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച എന്നാണ്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല വെള്ളി എന്നാണ് വരേണ്ടത്. എന്നാൽ അറിയാതെയൊക്കെ നമ്മുടെ വായിൽ നിന്നും സംസാരത്തിൽ നിന്നും രീതിയിൽ നിന്നുമൊക്കെയും ദുഃഖ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയിട്ട് ആചരിക്കുക. കുഞ്ഞുങ്ങൾക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഗുഡ് ഫ്രൈഡേ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുഞ്ഞ് ആയിരിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കേട്ട് പരിചയിച്ച കാര്യം തന്നെയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസമാണ് യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച. എങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളിയാഴ്ചയായി മാറിയത്? അല്ലെങ്കിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസമാണ് യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയാഴ്ചയെ നമ്മൾ ആചരിക്കുന്നത്. രാവിലെ മുതൽ പ്രാർത്ഥനകളും ആരാധനകളും നടത്തി, സ്ലീബാവന്ദനവും നടത്തി, കബറടക്കവും നടത്തി, കഞ്ഞു കുടിച്ച് പിരിഞ്ഞു പോകുന്ന രീതി പാരമ്പര്യമായിട്ട് മലങ്കര സഭയിൽ ഇന്ന് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് സുറിയാനി സഭാ മക്കൾ ഇന്നും അത് ഫോളോ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനും നിങ്ങളുമൊക്കെയും. ഇന്നും ദുഃഖവെള്ളിയാഴ്ച എന്ന് മനസ്സിൽ വരുമ്പോൾ നമുക്ക് ആ കുമ്പിടിയിലും പ്രാർത്ഥനകളും സ്ലീബാവന്ദനവും സ്ലീബാമുത്തലും ഖബറടക്കവും ഒക്കെ ഓർമ്മ വരുന്നു. പാട്ടുകളും അരുമത്യ നാട്ടിൽ എന്ന ഗാനം ആലപിക്കുന്നതും അതോടൊപ്പം തന്നെ പ്രദക്ഷിണം ഇറങ്ങുന്നതും സ്ലീബായായിട്ട് പോയി സ്ലീബാ തോളിന്മേൽ താങ്ങി എന്ന ഗാനം ആലപിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും കിടക്കുകയാണ്. ആ പാട്ടുകളെല്ലാം ഓർമ്മ നമ്മൾ പെടുത്തുന്നു അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറിയത് അതാണ് യഥാർത്ഥത്തിൽ സത്യമെന്ന് പറയും. എന്താണ്? നല്ല വെള്ളിയാഴ്ചയായി മാറി. സാത്താൻ്റെ തല തകർത്ത ദിവസമാണ് ദുഃഖവെള്ളി. അതാണ് നല്ല വെള്ളി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് നല്ലതായി മാറാൻ വേണ്ടി എൻ്റെ ദൈവം ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. അത് നല്ല ദിവസമല്ലേ? മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ രക്ഷപ്പെടുത്തുവാൻ, പാപിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന എൻ്റെ ദൈവം എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന ദിവസം നല്ല ദിവസമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല ദിവസം അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ എൻ്റെ ജീവിതം അതിന് തയ്യാറായിക്കോളൂ. നമുക്ക് കുരിശുണ്ടാക്കുന്ന ഈ മരക്കുരിശ് നമ്മുടെ കയ്യിൽ പലപ്പോഴും പലരുടെയും കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരക്കുരിശിനെ ശ്രദ്ധിച്ചപ്പോൾ അത് നമുക്കറിയാം, മുകളിൽ നിന്ന് താഴേക്കും ഇടതു നിന്നും വലതേക്കുമായിട്ടുള്ള അതാണ് കുരിശെന്ന് പറയുന്നത്. ആ കുരിശിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒന്നെങ്കിൽ ആ കുരിശ് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഈ കുരിശ് ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം ഫ്രണ്ടിലിരിക്കും, ചിലത് മറിഞ്ഞിരിക്കും. 4 ഇതും ചേർത്ത് വെച്ചുണ്ടാക്കുക അസാധ്യമാണ്. പകുതി മുറിച്ചാലും ഒരു വരി എന്ന് പറയുന്നത് നേരെയായിട്ട് തന്നെ ഇരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ പലതൊക്കെ മറിഞ്ഞിരിക്കാനും എൻ്റെ ദൈവം ഫ്രണ്ടിൽ നിൽക്കാനും നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രൈസ്തവ ജീവിതമാണ് പ്രിയമുള്ളവർ, യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. ഇന്ന് നമ്മൾ കുരിശുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നത് കർത്താവ് കുരിശില്ലാതായി തീരാനാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സഹനമില്ലാതായി തീരാൻ വേണ്ടിയിട്ടാണ്. കുരിശിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കുരിശുകൾ അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്, ചിലർ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, ചിലരതൊക്കെ അഹങ്കാരമായിട്ടും കൊണ്ടു നടക്കുന്നുണ്ട്. ഞാനിതിൽ ഏതിൽ പെടുന്നവനാണ്? എനിക്ക് എൻ്റെ കുരിശുകൾ, ദൈവം തരുന്ന കുരിശുകൾ എനിക്ക് എൻ്റെ ജീവിതത്തെ കൂടുതൽ
അഭിമാനത്തോട് കൊണ്ടു നടക്കുവാൻ, അഹങ്കരിക്കാതെ ആലങ്കാരികമായി കൊണ്ടു നടക്കാതെ അത് അഭിമാനത്തോടെ എൻ്റെ ദൈവം എനിക്ക് തന്ന കുരിശുകളാണെന്ന് അഭിമാനത്തോടെ സാക്ഷ്യം പറയുന്ന ഒരു ജീവിതമായിട്ട് മാറുമ്പോൾ പ്രിയമുള്ള ക്രൈസ്തവ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം, ഈ ഒത്തിരി വചനങ്ങൾ നമുക്ക് വേദപുസ്തകം നോക്കുമ്പോൾ കിട്ടാൻ സാധിക്കും. കർത്താവ് ക്രൂശിച്ച ദിവസങ്ങളിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ ദൈവം ശാന്തമായി നിന്നതും മിണ്ടാതെ നിന്നും ഉരിയാടാൻ നിന്നതല്ല എനിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ വിമർശിക്കുന്ന ആളുകളെ കാണുമ്പോൾ, എന്നെ പരിഹസിക്കുന്ന, എന്നെ നിന്ദിക്കുന്ന, എന്നെ പീഡിപ്പിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ഞാൻ മൗനിയല്ല, മറിച്ച് വാചാലനാണ്. ചിലത് എനിക്ക് അത് എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഞാൻ വാചാലനായി വ്യാജത്തിനെതിരെ, അനീതിക്കെതിരെ ഞാൻ എപ്പോഴും കൊട്ടിഘോഷിക്കുകയാണ്. സംസാരം കൊണ്ടായിക്കോട്ടെ, എൻ്റെ പോസ്റ്റുകൾ കൊണ്ടായിക്കോട്ടെ. ഇന്ന് ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ IT മീഡിയ വേൾഡ്, ടെക്കി ലൈഫിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കിട്ടുന്ന അവസരങ്ങൾ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ യേശുക്രിസ്തുവിന്റെ നിലപാട് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ അവൻ മൗനമായി പീലാത്തോസിന് മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ട് മൗനം പാലിക്കാൻ സാധിക്കുന്നില്ല? അതിന് കാരണം ഞാൻ പലതും തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനാണെന്ന്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും, ചിലതൊക്കെയും എന്നിലൂടെ ഞാൻ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പലതും ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമാണ് എൻ്റെ ഈ സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല, ഉരിയാടിയില്ല. പക്ഷേ അവനെ ലോകം വിളിച്ചു. ഇവൻ സത്യത്തിൽ ദൈവം തന്നെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. പടയാളി പറഞ്ഞു, ഇന്ന് ലോകം മുഴുവൻ കൊട്ടി ആഘോഷിക്കുന്നു, ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻ പറയുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചും ഇവൻ സത്യത്തിൽ ക്രിസ്ത്യാനി ആയിരുന്നു പറയണമെങ്കിൽ ഞാൻ ചില സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളൊക്കെ മൗനം പാലിക്കണ്ടേ? അങ്ങനെ മൗനം പാലിക്കുന്ന ദിവസമായി നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച കാണുവാൻ, അതിലൂടെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഈ വർഷത്തെ ഈ ദുഃഖവെള്ളി നല്ല വെള്ളിയായിട്ട് എനിക്ക് മാറുവാൻ ദൈവം നമ്മളെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ചെയ്യട്ടെ. ദൈവ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ.